ഒരു കാര്യം ചെയ്യും വേണു റെഡിയായി കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 170 രൂപ 1 കിലോയ്ക്ക് പിരിയമ്പളവും. ഇതിനകത്ത് എൻ്റെ ഒരു പ്രത്യേകത ഇലയൊന്നുമില്ല, വലിയ ഒന്നുമില്ലാത്ത നല്ല ഭംഗിയായിട്ടുള്ളൊരു മുളകാണ്. നമ്മുടെ കയ്യിലെന്ന് പറയുമ്പോൾ ഇപ്പോഴും നിലവിലൊരു 5-6 ഐറ്റം മുളകുണ്ട്, പിരിയമ്പളം. പിന്നെ ഒരു 4-5 ഐറ്റം ഉണ്ട് കാശ്മീരി മുളക്. കാശ്മീരി മുളക് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, അത് നമുക്ക് നല്ല കളറ് കിട്ടും, അപ്പം പിന്നെ എരിവില്ല, ചെറിയ കൊഴുപ്പുണ്ട്. കാശ്മീരി എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ 900 രൂപ പോലും വില വന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ കാശ്മീരി കണ്ടി കണ്ടില്ലേ 260 രൂപയുടെ കാശ്മീരിയാണ് ഇവിടെ ഏറ്റവും കുറഞ്ഞ കാശ്മീരി. പിന്നെ കൂടാതെ ഒരു 285 ഒരു കാശ്മീരിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 320 ഈ കാശ്മീരി മൂന്നാമത്തെ ഐറ്റം 300 രൂപയുള്ളൂ ഇവിടെ വില. പിന്നെ ആ കാശ്മീരിയുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പാണ് ഈ കാശ്മീരി. ഇനി അകത്തൊരു 320 കാശ്മീരി. 350. പിന്നെ നമ്മളിവിടെ പ്രത്യേകിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലക്കാട് തമിഴ്നാടിൻ്റെ തേങ്ങ എടുക്കുന്നില്ല, നാടൻ തേങ്ങയാണ്. കാര്യം പാലക്കാട് പഴയ തേങ്ങകളുടെ എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് വീട്ടിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ തേങ്ങ മുറിച്ച് കഴിയുമ്പം ഇളപ്പവും അഴുകി പോകുന്നതുകൊണ്ട് ആൾക്കാർ തിരിച്ചു കൊണ്ടുപോകും, ഞങ്ങൾ തിരിച്ചു കൊടുക്കുകയും ചെയ്ത് അങ്ങനെ ഒത്തിരി നഷ്ടങ്ങളൊക്കെ പറ്റും. അതുകൊണ്ട് മാക്സിമം ഇപ്പോൾ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് നാടൻ തേങ്ങയാണ്. കൊടുക്കുന്ന മല്ലിയുണ്ട്, 110 രൂപയ്ക്ക് കൊടുക്കുന്ന മല്ലിയുണ്ട്, 2 ടൈപ്പ് മല്ലിയാണ്. ഇത് കാശ്മീരി 320 മുളകെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ 5 ഐറ്റം മുളകുണ്ട്. ഇപ്പം നമ്മൾ ഇത് മൊത്തത്തിരിക്കുന്ന നമ്മൾ വെളി കണ്ടതുകൊണ്ട് ഇതിനകത്തിരിക്കുന്നത്. പിന്നെ പാണ്ടിമുളക്, നമ്മുടെ വറ്റൽമുളക് എന്ന് പറയുന്നതാണ്ട് ഇത് വളരെ വില കുറച്ച് കൊടുക്കും, 1 കിലോ 150 രൂപയുള്ളൂ. അപ്പോൾ നമ്മളൊരു പാക്കറ്റ് കടയിൽ ചെന്നിട്ട് ഒരു കവറിനകത്ത് വാങ്ങിക്കുവാന്നുണ്ടെങ്കിൽ ഒരു കവറിനകത്ത് 10-12 മുളകുള്ളതിന് ഒരു 10 രൂപ ആയിരിക്കും. ഇതൊരു 35 രൂപ അല്ലെങ്കിൽ 37 രൂപയ്ക്കകത്ത് ഒരു 250 ഗ്രാം വാങ്ങിച്ച് ഇഷ്ടംപോലെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ പാണ്ടിമുളകിൻ്റെ ഒരു സംവിധാനം അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇരിക്കുന്നത് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുകൊണ്ട് അവിടെ ആ ഇരിക്കുന്ന വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണകൾ അതെല്ലാം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ആട്ടിയെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ. ആ സ്ഥാനത്ത് നമ്മൾ പാക്കറ്റ് വെളിച്ചെണ്ണ മാർക്കറ്റിലുള്ള വെളിച്ചെണ്ണ വിൽക്കുന്നുണ്ട്. തങ്ങളിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇത് പ്യുവറാണ്, ഇതിനകത്തൊന്നും ചേരുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് തല തേക്കാൻ പറയാൻ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. മുടി പൊടിഞ്ഞ് പോകുന്നോ തലവേദന എടുക്കുമെന്നോ ചൂടുണ്ടാവുമെന്നോ. പിന്നെ ഈ ഇരിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന എള്ളാണ്, എള്ള്. അതിനപ്പുറത്തിരിക്കുന്ന കടുക്. എള്ളും കടുകും അതെന്തിനാ ഇവിടെ നിന്ന് ചോദിച്ചാൽ അങ്ങാടിക്കടയല്ല, പക്ഷെ ഇവിടെ നമ്മൾ ഈ മെഷീനിലാട്ടി കൊടുക്കും. പ്യുവറായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തത്സമയം നമ്മൾ ആട്ടുക ഈ മെഷീൻ. ഇതിൻ്റെ ഒരു മെഷീനാണ്. ഇതിനകത്ത് എള്ള്, കടുക്, സൂര്യകാന്തി സീഡ്സ് തുടങ്ങിയ സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് വെച്ച് ആട്ടിയിടും. ആട്ടുമ്പോൾ അത് പ്യുവറായിട്ടുള്ള നമ്മുടെ കണ്ണു മുമ്പിൽ വെച്ച് തന്നെ ആ ഓയിൽ കിട്ടും. അപ്പോൾ നമ്മൾ കടയിൽ പോയൊരു കടുവെണ്ണ വാങ്ങിക്കുവാണെങ്കിൽ അത് മാലിന്യം ചേർന്നാണെന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സംശയം വരും. ഇതാകുമ്പോൾ ഡയറക്റ്റ്. പിന്നെ പാം ഓയിൽ ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട്, മസാലകൾ. പിന്നെ ഇതെല്ലാം നമ്മൾ പൊടിപ്പിക്കുന്ന പൊടികളാണ്. മല്ലിയും മുളകും എല്ലാം നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി എല്ലാം വൃത്തിയാക്കി പിടിക്കുന്ന പൊടികളാണ്. വരവ് പൊടി എടുക്കുന്നില്ല. വരവ് പൊടിയായിട്ടുള്ളത് നമ്മുടെ കണ്ടായിരിക്കുന്ന ഒരു മഞ്ഞപ്പൊടിയുണ്ട്, മഞ്ഞപ്പൊടി. അത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാൽ പക്ഷേ ആ മഞ്ഞപ്പൊടി നമുക്ക് അത്ര ഒരു തൃപ്തി അല്ലാത്തതുകൊണ്ട്, പക്ഷെ അതിന് വിലക്കുറവാണ്. ഞങ്ങൾ പൊടിപ്പിച്ച മഞ്ഞൾ നമ്മൾ പിന്നെ ഉണക്ക മഞ്ഞൾ കൊണ്ടുവന്ന് മില്ലിൽ കൊണ്ട് പൊടിപ്പിക്കും. അപ്പോൾ പൊടി കൂലി കൂടുതലാണ്, മഞ്ഞളിന് വില കൂടുതലാണ്. അതുപോലെ മഞ്ഞളുടെ പിന്നെ ക്വാളിറ്റി അനുസരിച്ചിട്ട് അതിന് വില വ്യത്യാസമുണ്ട്. അങ്ങനെ പിന്നെ ഇതെല്ലാം പൊടിച്ച് വെച്ചേക്കുന്ന മുളക് പൊടികളാണ്. ആ KDL എന്ന് എഴുതിയേക്കുന്നത് ബിരിയൻ്റെ മുളക് പൊടിയാണ്, KDL മുളക്. മറ്റേതാ നമ്മൾ DB എന്നിട്ട് വെച്ചേക്കുന്ന ഈ കാശ്മീരി ഡപ്പിയുടെ കാശ്മീരി പൗഡറുകളാണ്. പിന്നെ അതിന് പ്യുവർ മല്ലിപ്പൊടി. പിന്നെ നമ്മുടെ തോട്ടുപുളിയുണ്ട്, അതിന് 2 ഐറ്റം ഉണ്ട്. നല്ല തോട്ടുപുളിയുണ്ട്. രണ്ട് സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്, വില കൂടിയതും കുറഞ്ഞതും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചുള്ള വ്യത്യാസങ്ങളാണ്. വീഡിയോഗ്രാഫി ചെയ്യുന്ന ആളായതുകൊണ്ട്, ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് പുള്ളിക്കാരൻ. അപ്പോൾ അത് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ചില സിനിമയുടെ പോസ്റ്ററുകളൊക്കെ ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ സമയത്ത് 1-2 സിനിമയുടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാൻ അതിനെക്കുറിച്ച് പറയും. അപ്പോൾ